ഹായ് നമസ്കാരം, ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ മെയ്ഡ് ഇൻ കുന്നംകുളം. കുറെ നാളുകളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ ശ്രീനിവാസൻ? വേറെ ആരുമല്ല, എന്റെ സ്വന്തം പിതാശ്രീ. വേറൊരു ചോദ്യമുണ്ട്, അപ്പോ ഹസ്ബൻഡോ? ഉണ്ട്, മിസ്റ്റർ ലിബു ആലുംപറമ്പിൽ, എന്റെ സ്വന്തം ആലുംപറമ്പൻ. കുറെ നാളുകളായിട്ടേ എല്ലാവരും വന്നിട്ട് നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും വീടിനെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ അവസരം അതിനുവേണ്ടി അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. പാട്ടിലങ്ങോട്ട് തുടങ്ങാം. അതാണ് എൻ്റെ ഒരു ഇത്. കേരനിരകളാടും നൊരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും. കണ്ടാ പറയില്ലെങ്കിലും കുടിക്കാൻ ഒരു തരി വെള്ളം കിട്ടാത്ത, എന്നാ വെള്ളത്താ ചുറ്റപ്പെട്ട ഒരു തുരുത്തിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ അതിന്റെ അഹങ്കാരം എനിക്കോ എൻ്റെ നാട്ടുകാർക്കോ ഇല്ല എന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ എല്ലാവരും തന്നെ ഭയങ്കര അഹങ്കാരികളാ. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ കൂടി ഒറ്റച്ചാട്ടത്തിന് എറണാകുളം ജില്ലയിൽ എത്താന്നുള്ളതാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത്. ഭൂപടത്തില് ഉണ്ടാവും പെരിയാറിന്റെ കൈവഴിയായ കോട്ടപ്പുറം കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വലിയ പണിക്കൻതുരുത്ത് അഥവാ VP തുരുത്ത്. ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും അതിർത്തി എന്ന് കേട്ടാലേ അതൃപ്തിയാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വെല്ലുമ്മില്ലേ, രാവിലെ എഴുന്നേറ്റ് വരുന്നത് പോലും ഞങ്ങളുടെ വേലി എങ്ങാനും പുള്ളിക്കാരിയുടെ അടുക്കളയിലുണ്ടോന്നുള്ള ഒരൊറ്റ പേടിയില്ല. ഇതില്ലാന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പില്ലേ, നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് സർവേ കല്ലിന് ചുറ്റും ഒരു 3-4 വലത്തിടും. അവിടെ എന്തെങ്കിലും ഒരു അനക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചിരട്ടക്കേറ്, മടലിനടി, ചാരം കലക്കി ഒഴിക്കൽ എന്നീ കലാപരിപാടികൾ കൊണ്ട് പുള്ളിക്കാരി നാടിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഹരം കൊള്ളിക്കും. പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് നിസാരം 2 കിലോമീറ്റർ മാത്രം ദൂരം ഉള്ളതുകൊണ്ട് താനാരോ തന്നാരോ താനാരോ തന്നാരോ ബാക്കി പാടാൻ പറയരുത്, വല്ല നെറ്റിലും പോയി സെർച്ച് ചെയ്യും. അപ്പൊ ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിർത്തിയുടെ കാര്യത്തിൽ ഭയങ്കര അതൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇല്ല. അതുകൊണ്ട് എനിക്ക് അയൽവാസികളെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കുറെ അന്തവും കുന്തുമില്ലാത്ത ബന്ധുക്കളാണ് എനിക്കുള്ളത്. അവരെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കൂല, വല്ല മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ തുരുത്തിലെത്തി എന്നൊന്ന് പറയട്ടെ. എൻ്റെ ഒരു +2 കഴിഞ്ഞ കാലഘട്ടം, പണ്ട് ഞാൻ നിങ്ങൾ ഈ കാണുന്ന പോലെയൊന്നും ആയിരുന്നില്ല. നല്ലൊരു ഡൗൺ സരസ് ആയിരുന്നു. ഡൗൺ സരസോ? അല്ല, ഭംഗിയുള്ളവർ അപ്സരസ്, അപ്പൊ താഴേക്ക് വരുമ്പോ ഡൗൺ സരസ്. എന്നാലും എന്നെ കണ്ട് എൻ്റെ കെട്ടിയോന് ഒരു പ്രേമം തോന്നി. 18 തികഞ്ഞ അന്ന് തന്നെ പുള്ളി എന്നെ കെട്ടിക്കൊണ്ടു വന്ന്. അപ്പൊ പ്രേമിച്ചിരുന്ന സമയത്ത് പുള്ളി എനിക്ക് തന്ന ഒരേ ഒരു വാഗ്ദാനം എന്ന് പറയണത് എന്തായിരുന്നെന്നറിയോ? ഈ അമ്പലത്തിൽ ഞാൻ എന്നും പോകുമായിരുന്നേ. അപ്പൊ നിനക്ക് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീടിന് മുറ്റത്ത് കുളിച്ചു തൊഴാൻ വേണ്ടിയിട്ട്, നീരാടി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളം ഉണ്ടാക്കി തരാന്നായിരുന്നു. കെട്ടിക്കേറി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ മുറ്റത്ത് മുഴുവനും മടൽക്കുഴി. ഇതിലെവിടെ ഞാൻ കുളിക്കും? അപ്പൊ തന്നെ എനിക്ക് സത്യം മനസ്സിലായി, കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും ഒരു തരി വെള്ളം കിട്ടൂല എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മള് വെള്ളം എന്ന് പറയുന്ന സംഭവമില്ല, പൈപ്പില്ല, ഒന്നുമില്ല. പിന്നെ ഈ പുഴ ഉള്ളത് കൊണ്ട് ബാക്കി എല്ലാ കലാപരിപാടികളും ഞങ്ങൾ പുഴയിൽ അങ്ങോട്ട് കഴിക്കും. ചോട്ടാമുമ്പേല് ബിജുക്കുട്ടൻ ചേട്ടൻ പറയണ പോലെയാ, പുഴയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പല്ലേപ്പും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്നും ആവൂലെന്ന് എനിക്കറിയാം. ഞങ്ങള് 1-2 പല്ലേപ്പ് കുളി സകലത്രയും കഴിച്ച് പശുവിനെയും കുളിപ്പിച്ച് ചിലപ്പോൾ ബാക്കി വെള്ളം നാളേക്കും വെക്കും. പക്ഷെ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും കേട്ടാ. അപ്പൊ ഈ പുള്ളിക്കാരൻ്റെ എന്നെ കെട്ടിയത് പോലും എന്തുകൊണ്ടാണെന്നറിയോ? വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ വരുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് നനച്ചടിച്ച് കുളിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്റെ നാത്തൂനിടയ്ക്ക് വരുവേ, ഇവിടുന്ന് കെട്ടിപ്പോയല്ലോ, എന്നിട്ട് വന്നിട്ട് ഒരു ഒടുക്കത്തെ ഡയലോഗാ, അമ്മ എനിക്ക് 2 നേരം കുളിച്ചില്ലെങ്കിൽ എന്തോ അവസ്ഥയാണെന്ന്. ഞങ്ങളുടെ നാട്ടില് ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടുന്ന ഒരാളാണേ. അപ്പൊ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്ന് കരുതിയിട്ട് ഭയങ്കര സമരവും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് ഒരു പൈപ്പിന് സാങ്ഷൻ കിട്ടി. അപ്പൊ ഈ പൈപ്പിന് സാങ്ഷൻ കിട്ടിയപ്പോ തന്നെ ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഋഷ്യശൃംഗം മഴ പെയ്ച്ച സന്തോഷമായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളിത് വെറുതെ വിടൂല, ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കുന്ന തീരുമാനമാക്കി. ഞാൻ നൈസായിട്ട് ഒരാളെ സംഘടിപ്പിച്ചു. 2 ആഴ്ച മുന്നേ, അപ്പൊ ചേട്ടാ അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളുടെ പൈപ്പിന്റെ ഉദ്ഘാടനമാണ്, ഒന്ന് വന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ വരാം മോളെ, 9:55 വരും, 10 മണിക്ക് പൈപ്പ് ഓണാക്കും, 1 കുടം വെള്ളം പിടിക്കും, പോകും. പിറ്റേ ആഴ്ചയെ ഞാൻ വിളിച്ച്, ചേട്ടാ അടുത്ത ആ ചൊവ്വാഴ്ചയല്ലേ, 9:55 വരും, 10 മണിക്ക് പൈപ്പ് ഓണാക്കും, 1 കുടം വെള്ളം പിടിക്കും, പോകും. പുള്ളി
കറക്റ്റായിട്ട് വന്നിട്ടാ. ഒരു മനുഷ്യനാ, വാക്ക് പറഞ്ഞ വാക്കാണ്. പക്ഷെ 10 മണിക്ക് പൈപ്പ് ഓണാക്കി, വെള്ളം വന്നില്ല, കാറ്റ് മാത്രം. മണി 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് വാട്ടർ അതോറിറ്റിന്ന് കോള്, നമുക്ക് ആഴ്ചയിലേ വെള്ളം വരൂ, അത് തിങ്കളാഴ്ചയാണ്. പിന്നെ പുള്ളി നൈസായിട്ട് ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന കരിമീനുകളെയും പിലോപ്പികളെയും പൊള്ളിച്ചും വറുത്തും ഒക്കെ കഴിച്ച് ഒരാഴ്ച അവിടെ നിന്ന് പിറ്റേ തിങ്കളാഴ്ച വെള്ളം വന്ന് കുളിച്ചിട്ടാണ് പോയത്. ഈ വെള്ളപ്രശ്നം മാത്രമല്ല, തുരുത്തായതുകൊണ്ടേ നാട്ടിലോകത്തുള്ള സകല കാക്കകളും വന്ന് ചേക്കേറണത് ഞങ്ങളുടെ തുരുത്തിലാ. ആദ്യമായി ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നവരെ പാലഭിഷേകം ചെയ്ത് സ്വീകരിക്കാന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഈ തുരുത്തിന്ന് ആകെ ഒരു പുറം ലോകത്തൊക്കെ ഇറങ്ങിയ ഒരാളെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സെലിബ്രിറ്റിയാണ് ഞാൻ എൻ്റെ നാട്ടിലാ. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ നാട്ടിലൊരു ഫ്ലെക്സ് ഒക്കെ വെച്ച് അവർ രാത്രി എനിക്ക് ഫ്ലെക്സിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്ന്. എന്നാലും നമുക്ക് ഫ്ലെക്സ് ആയിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ്. ഇത് കാണാതിരുത്തിട്ട് പിറ്റേന്ന് ഞാൻ ചെന്നിട്ടാ കാക്ക ചതിച്ച് പരിപ്പിഞ്ചുമ്പുളി പാൽപ്പായസം, അയിനിക്കുരു ഉന്നിക്കുരു മഞ്ചാടി തുടങ്ങി സകല വെറൈറ്റികളും എൻ്റെ അകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് മാത്രം, അത് മാത്രം വെറുതെ വിട്ടു. പക്ഷെ അതുവഴി പോയൊരു സായിപ്പും മദാമയും മോഡേൺ ആർട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും വരെ എടുത്തിട്ടാ പോയത്. ഇമാതിരി ചതിപ്പരിപാടികളൊക്കെ കാക്കകൾ ചെയ്യുമെങ്കിലും ഈ കടലിനടുത്ത് താമസിക്കുന്നവർക്ക് കടലിന്റെ എരമ്പലില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഈ റെയിൽവേയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ആ ജർക്കിങ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഈ കാക്കയുടെ ഒച്ച കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഷൂട്ടിനൊക്കെ വരുമ്പോ പോലും ഈ കാക്കയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്നെയൊക്കെ ഒന്ന് ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. നവാസിക്ക നമ്പർ തരൂലട്ടാ, പക്ഷെ ഞാൻ ഹലോ പറയണതിന് മുന്നേ കാക്ക ഹലോ പറയും. Once upon a time, once upon a